ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ശാരീരികമായ ബുദ്ധിമുട്ട് നിമിത്തം എത്തിച്ചേരാൻ സാധിച്ചില്ല. സദ്യം പൊറുക്കുക, ആവർത്തനം കാണേണ്ടി വന്നു. ഏതായാലും പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവീ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ദേവീ മാഹാത്മ്യം ഞാൻ 11-ാം അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേവിയെ ആരാധിക്കാൻ ഇതിൽ പരമൊരു ഗ്രന്ഥമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ആവർത്തിക്കുന്നില്ല. ഭക്തരായ ആളുകൾ മാത്രം ഈ ഭാഗം ശ്രദ്ധിച്ചാലും മതി. അല്ലാത്തവർ ഇതിനു വേണ്ടി മെനക്കെടേണ്ടതില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു അർത്ഥവുമില്ലാത്തൊരു പരിപാടിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. എൻ്റെ ബലം പറയുന്നവർക്കത് വേറെ. ഇത് പൂർണ്ണമായിട്ടും ദേവിയെക്കുറിച്ച് പറയുന്നത് വെറും ദേവീ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ കണ്ണൂർ വിഷൻ്റെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആയിരക്കണക്കിന് ആളുകൾ ദേവീ ഭക്തന്മാരാക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചിട്ടും ഈ ഒരു തരത്തിലുള്ള വേഷം കെട്ടും ഇല്ലാത്തത് കൊണ്ട് അത് ഒരുപാട് പേർക്ക് അത് അംഗീകരിക്കാനും പറ്റുന്നുണ്ട്. ഒന്നാമത് ഇപ്പം ഈ എന്താ പറയുക, കുറേ പേരുണ്ടല്ലോ അങ്ങനെ ശരീരാസകലം എന്തൊക്കെയോ മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആളെയൊക്കെ പേടിപ്പിച്ചിട്ട് തലയൊട്ടിയിടാൻ മാലയൊക്കെ ഇടുന്ന മനുഷ്യന്മാർ എന്താല്ലേ അങ്ങനെയാണ്. അതേപോലെ ദേവിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആണും പെണ്ണിലും പെട്ട കുറേ പേര്. ഈ എന്താണ് പിന്നെ ഒരുത്തിയുടെ ഇന്നലെ യൂട്യൂബ് കണ്ടു. അവൾ പരമശിവനോടും ഭദ്രകാളിയോടും മഹാവിഷ്ണുവിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അവൾ അവകാശപ്പെടുന്നത്. എന്താ ചെയ്യുക, വട്ടായിപ്പോയാൽ പിന്നെ എന്താ. വട്ടുമല്ല, അതൊരു തരം പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാണ്. പക്ഷെ നമ്മുടെ ഈ 100% സാക്ഷരതയുള്ള ഈ നാട്ടിലും ഇത്തരക്കാർക്ക് ആളെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അത് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ സംസാരിക്കുന്നതാണ്. ആ ശക്തിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിക്കാം, ആരാധിക്കാതിരിക്കാം, രണ്ടും അവകാശമുണ്ട്. ആരാധിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ആരാധിച്ചു കഴിഞ്ഞാൽ ചില നേട്ടങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ പിന്നെ ആ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഭൗതിക നേട്ടവും പെടും. കാരണം ജീവിക്കണ്ടേ, ജീവിക്കാൻ കൂടുതൽ നമുക്ക് ഏറ്റവും പ്രധാനം പണമാണല്ലോ. അപ്പോൾ ഇതൊക്കെ പണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ദേവി ആരാധനയൊക്കെ. അപ്പോൾ ചോദിക്കും, പണത്തിന് വേണ്ടിയാണോ ഈ പണിയെടുക്കുന്നത്? അതല്ല. അങ്ങനെ അതിനു വേണ്ടി മാത്രം എടുത്താലൊന്നും അതിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കാൻ സ്ഥിരമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അതാണ് വേറെ തമാശ. ഒരു കോളുണ്ട്. ഹലോ 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 കോള് കട്ടായെന്ന് തോന്നുന്നു. ഹലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും ഭക്തന്മാർ, ദേവീ ഭക്തന്മാർ പ്രത്യേകിച്ചിട്ടും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇത്തരം കള്ളനാണയങ്ങളുടെ അടുത്ത് പോയി അകപ്പെടാതിരിക്കുക.
അമാനുഷിക ശക്തികൾ ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ആരായാലും ശരി, അവരുടെയൊന്നും നമ്മൾ കഴുത്ത് വെച്ചു കൊടുക്കാതിരിക്കുക. ഈ തുള്ളിക്കളിക്കാരെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. തുള്ളിക്കളി ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ തെയ്യത്തിനും കോമരത്തിനൊക്കെ ചില തുള്ളിക്കളിയൊക്കെ ഉണ്ട്. അതൊക്കെ ആ ചടങ്ങിൻ്റെ ഭാഗമാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വെറുതെ ഇങ്ങനെ വേഷം കെട്ടി അത് കാണുമ്പോൾ തന്നെ തിരിയും. ഇപ്പം ഞാൻ ഇത്തവണ കൊടുങ്ങല്ലൂർ പോയിരുന്നല്ലോ, അപ്പോൾ ഭരണിക്ക്. അപ്പോൾ അവിടെ 2 തരം ശരിക്കും അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. വേഷം കെട്ടി വന്നവരെയും അല്ലാതെ ശരിയായ ദേവിയുടെ കോമരത്താന്മാരെയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം ബ്യൂട്ടി പാർലറിൽ ഒക്കെ പോയിട്ടാണ് ചില ആൾക്കാർ വരുന്നത്. ബ്യൂട്ടീഷ്യൻ്റെ സഹായത്തോടു കൂടി മേക്കപ്പൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് സംഭവമായിട്ടാണ് വരുന്നത്. അതിനുവേണ്ടി അവർ മാത്രം ഒരു പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന അവരുടെ അസിസ്റ്റൻ്റുമാർ അവരുടെ ആ വേഷം കെട്ടൽ കളിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ആ കാവ് തീണ്ടുന്ന സമയത്ത് ഇവരെ കോമരക്കൂട്ടങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ശരിക്കും മനസ്സിലാവും ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് ചിലർ അത്തരം ആളുകളുടെ ഇത് കണ്ടിട്ട് ഭ്രമിച്ചു പോയിട്ട്, ഭ്രമത്തിനടിപ്പെടുക എന്ന് പറയുന്നില്ലേ, ഇത് എന്താ ഭ്രമയുഗത്തെ പറഞ്ഞ പോലെ ഇത് കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം, ഭ്രമം. ആ ഭ്രമത്തിൽ അകപ്പെട്ടു പോയിട്ട് ഇതാണ് സത്യം എന്ന് അങ്ങനെ ചിന്തിച്ചു പോവുക. അതാണ് പലർക്കും പറ്റും. സത്യമല്ല എന്ന് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് വേഗം മനസ്സിലാവും. ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? വടകര. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 97 നവംബർ 19. സമയം പറയൂ. 10:38 രാവിലെ. ആരുടേതാണെന്നും പറയണം. മോളത്. എന്താണ്? കല്യാണത്തിന്റെ വയസ്സങ്ങോട്ട് പോയില്ലേ? കല്യാണം ഇനിയും നടന്നില്ലെന്ന് പറയുന്നതൊരു നടന്നില്ല, അത്ഭുതം തന്നെയാണ്. ഇത് അങ്ങനെ ഒരു സംഭവവും കാണുന്നില്ല. ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഏതായാലും 25-ന് മുമ്പായിട്ടുണ്ടാവും. 25 2-ാം മാസം, അതായത് ഇനി ഒരു 8 മാസത്തിനുള്ളിൽ നടക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം ഇത് ഈ കുട്ടി വേണ്ടെന്ന് പറഞ്ഞിട്ടാണോ പലതും വേണ്ട അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്? എന്താണ് പ്രശ്നം? ഒഴിഞ്ഞു പോന്ന പറ്റുന്ന കിട്ടുന്നില്ല. അത് തന്നെ അല്ല, അതെ, അവള് ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടോ? വലിയ പ്രതീക്ഷകൾ വെച്ചിട്ട് ഭയങ്കരമായ അങ്ങനെയുണ്ടോ? നല്ല ജോലിയുണ്ട്. അപ്പോൾ അത് നിമിത്തം വലിയ ജോലി വേണമെന്നുള്ളൊരു വിചാരമുണ്ട്. ജോലി വേണം. കാഴ്ചക്ക് ഇവള് നല്ല സുന്ദരിയായിരിക്കും. നല്ലതാ. അപ്പോൾ അന്നേരം നല്ല സുന്ദരനെ വേണമെന്നാവും. അങ്ങനെയില്ല, ജോലി വേണം. അതെ, ജോലി വേണം. ജോലി സാധാരണ ജോലി പോരാ. മാഷും പോലീസൊന്നും പോരാ, അല്ലേ? അങ്ങനെയല്ലേ? അറിയില്ല, ഒരു ജോലി മതി അല്ലല്ലോ, കുറച്ച് നല്ല ജോലി വേണമെന്നില്ലേ? നമ്മളെ ഡിമാൻഡ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം തടസ്സങ്ങൾ നേരിടുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇനിയിപ്പോൾ ഇവിടെ ഈ സമയത്തിൻ്റെ ആനുകൂല്യം ഇപ്പം തന്നെയാണ് ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഇപ്പം 27-ാം വയസ്സാണ്.
ഇപ്പം ബുധൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്. അപ്പോൾ നമ്മളൊന്ന് ഈ ഒരു 7 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ, 9 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചയിൽ അല്ല, ജോലി ഇപ്പം ഉള്ളത് കൊണ്ട് ജോലി ഇല്ലാതെ ഒരുത്തനെ കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും പിന്നെ അത് സംബന്ധമായിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ അതും നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശുക്രൻ മറഞ്ഞു നിൽക്കുന്ന ജാതകവും കൂടിയാണ്. അപ്പോൾ ഇപ്പം ശുക്രൻ്റെ അപഹാരമാണെങ്കിലും ശുക്രൻ മറവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. അത്തരം വിശ്വാസമുള്ള പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എന്നിട്ട് കാരണം ഈ ഒരു പീരീഡ് അങ്ങോട്ട് തള്ളിപ്പോയാൽ പിന്നീട് ഒരു കൊല്ലത്തേക്ക് പിന്നെ വളരെ മോശമാണ്. പിന്നെ പുണർദം നക്ഷത്രം, പുണർദം കർക്കിടകൂറ്. അപ്പോൾ ഇത് അങ്ങോട്ട് തള്ളിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ മകളുമായിട്ട് ആലോചിച്ചിട്ട് എന്നെ വിളിച്ച് ബന്ധപ്പെടൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ദേവിയുടെ കാര്യം എല്ലാവരും ആ ഒരു ഭക്തന്മാർ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അതിന് കണക്കായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ അവർക്കുണ്ടാവും. അത് എന്നോട് തന്നെ എന്നെ കാണാൻ വരുന്ന നൂറുകണക്കിന് ഭക്തന്മാരും ഭക്തകളും ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ മന്ത്രം ജപിക്കാൻ തുടങ്ങിയതിന് ശേഷം വലിയ പരിവർത്തനം നടന്നു എന്നും, അതിൽ സത്യം പറഞ്ഞാൽ ഈ ലളിതാ സഹസ്രനാമമൊക്കെ നിരന്തരം ജപിക്കുന്നവർക്ക് മുഖശ്രീ പോലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 10-50 വയസ്സൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു പരിവർത്തനമൊക്കെ വരില്ല. ഇത് ചൊല്ലുന്ന സ്ത്രീകളെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അവരെ ശരീരമൊക്കെ കഷ്ടമാവും, അത് വേറെ കാര്യം, ബോഡി ലാംഗ്വേജൊക്കെ മാറും, പക്ഷെ മുഖത്തിൻ്റെ സ്ത്രീത്വം മാറില്ല. അത് എത്രയോ സ്ത്രീകളെ നേരിട്ട് അറിയുന്ന സ്ത്രീകളെ ഇത് ചൊല്ലുന്നതും ഇത്തരം രീതികളുള്ള സ്ത്രീകളെ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ്. അത് 1-2 ആണെങ്കിൽ അത് യാദൃച്ഛികമായിട്ട് പറയാം. ഇത് ഒരുപാട് പേരെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് നമുക്ക് എത്താൻ പറ്റുന്ന നിഗമനം? ഈ ഒരു അവർക്ക് പൊതുവായിട്ടുള്ളൊരു ഘടകം ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു എന്നുള്ളതാണ്. അതിൽ ചിലരാഴ്ചക്ക് ചൊല്ലുന്നവരുണ്ടാവും, ദിവസം ഞാൻ പറയുന്നത് ദിവസം ചൊല്ലുന്നവരുടെ കാര്യമാണ്. ദിവസമില്ല, 6-7 ദിവസം സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റില്ല. എങ്കിലും അങ്ങനെ ഒരു 1000 തവണയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ആ പ്രസന്നതയൊക്കെ മുഖത്തേക്ക് വരിക. അത് ആർക്കും പിന്നെ വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളതും അതിൻ്റെ ദേവിയുടെ ഒരു അനുഗ്രഹത്താൽ നടക്കുന്ന കാര്യമായിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവികമായിട്ട് എന്തോ ആ മനുഷ്യൻ എന്തോ കണ്ടിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം എന്ന് നോക്കുന്നവർക്ക് അതിൻ്റെ അടയാളം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. തളിപ്പറമ്പ് കൂത്തുപറമ്പ് എന്താ പറഞ്ഞത്? മോന്റെ അറിയാനായി. ആ പറഞ്ഞോളൂ. അനിയത്തിന്റെ മോന് 2009 ഒക്ടോബർ 16. 2009 ഒക്ടോബർ 16. ഓക്കെ. രാവിലെ 6:55. ഉത്തര നക്ഷത്രം. ഉത്തര നക്ഷത്രം. എന്താണ്?
അവൻ നല്ലോണം പഠിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര അലസത, ഒന്നും പഠിക്കാനും തോന്നില്ല. ഇപ്പം പഠിത്തത്തിന്റെ അറിയണേ. ആ ശരി. അല്ല, ഇപ്പം അവന് തുടങ്ങിയിരിക്കുന്നത് ചൊവ്വാദശയാണ്. അതാണ് വളരെ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി രാഹുവിൻ്റെ അപഹാരം കഴിയുന്നത് വരെയുള്ള സമയം ഇനി 1 വർഷം കൂടിയുണ്ട്. അപ്പോൾ ചൊവ്വയിൽ രാഹുവിൻ്റെ അപഹാരം ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ഇനി ഒരു വർഷവും 18 ദിവസവുമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ അപ്പോഴേക്കും SLC കടന്നു പോവുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ SLC ആയോ? ഇല്ലല്ലേ? ഇല്ല, SLC ആയില്ല. 9ാം ക്ലാസ് അല്ല, ഇപ്പം SLC 10ാം ക്ലാസ്സിലേക്കാണോ പോകുന്നത്? 10ാം ക്ലാസ്സിലേക്കാ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയത്തിന്റെ ദോഷം കറക്റ്റായിട്ടുണ്ട്. അതേപോലെ അവന് ഒരു അനുസരണക്കേടൊക്കെ ഉണ്ടോ? ഉണ്ട്, നല്ലോണം ഉണ്ട്. അത് ഇവിടെ ഒന്നാമത് അമാവാസിക്ക് ജനിച്ചവനാണ്, അതാണ് പ്രശ്നം. ഒരു ബുദ്ധിയൊക്കെ ഒരു മാതിരി അവന്റെ തോന്നിയ പോലെയുള്ള നടത്തങ്ങളും കാര്യങ്ങളൊക്കെയാണ്. യോഗ ചെയ്യുന്നുണ്ട് ഒരു 5 വർഷമായിട്ട്. എങ്ങനെ? യോഗയില് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. യോഗ എന്ന് പറയുന്നത് ഇതിപ്പോ അത്ര വലിയ യോഗയിലൊക്കെ കളിക്കാനുള്ള അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ, ചെറിയ പയ്യനല്ലേ. അതിലുകൊണ്ട് താല്പര്യമുണ്ട് അല്ലേ? മറ്റുള്ള ജിംനാഷ്യം പോലൊന്നും അല്ലല്ലോ യോഗ. അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും അതിനില്ല. അതിനോടൊരു താല്പര്യം മാത്രം കാണിക്കുന്നുണ്ട് അല്ലേ? താല്പര്യം മുമ്പോട്ട് കൊണ്ടോട്ടോ. അവന് ഏതാ താല്പര്യം അതിൽ. പക്ഷേ ഇതിപ്പം ഏറ്റവും പ്രധാനം പഠനമല്ലേ? പഠനം തന്നെ. അത് പഠനത്തിന്റെ കാര്യത്തിൽ അലസത കാണിച്ചാൽ പിന്നെ ബാക്കി എന്ത് യോഗ ഉണ്ടായാലും ഒരു യോഗവും ഉണ്ടാവില്ല. പിന്നെ യോഗ മാത്രമേ ബാക്കി ഉണ്ടാവൂ, യോഗം ഉണ്ടാവില്ല. യോഗം വേണ്ട. അപ്പം അതുകൊണ്ട് അത് ഇവിടെ ജാതകത്തിൽ കുറച്ച് വലിയ രൂപത്തിലുള്ള കുഴപ്പമുള്ള ജാതകമാണിത്. ഒന്ന് ശുക്രനും വ്യാഴവും ചൊവ്വയും എല്ലാം നീചത്തിലാണ്. സൂര്യന് ചന്ദ്രനും ഒന്നും ബലമില്ല, ഗ്രഹങ്ങൾക്കൊന്നും തന്നെ ബലമില്ല. ശനിയാണെങ്കിൽ 12-ൽ ഒരു വല്ലാത്തൊരു ജാതകമാണിത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട രൂപത്തിലുള്ള കർമ്മങ്ങൾ ഒക്കെ പിന്നെ ഗ്രഹങ്ങളെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറേയെല്ലാം മാറ്റം വരും. നിങ്ങൾ അത്തരത്തിലുള്ള വിശ്വാസവും താല്പര്യമുള്ളവരാണെങ്കിൽ അവരോട് തന്നെ ബന്ധപ്പെടാൻ പറയൂ. ശരി. ഇത് കുറച്ച് കടുപ്പ ഉള്ള ജാതകമാണ്. ഒന്നാമത് ഇത് 10ാം ക്ലാസ്സും കൂടി അല്ലേ, അതും കൂടി ശ്രദ്ധിക്കണ്ടേ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 10 +1 +2 അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ല. ഇപ്പം എല്ലാവരും പാസ്സാവും, അപ്പാസ്സാവില്ല അർത്ഥമില്ലല്ലോ, അതല്ലല്ലോ. ഇപ്പം ആരും തോക്കുന്നില്ലല്ലോ. അല്ല, നമ്മളെ കാലത്തല്ലേ തോൽക്കലല്ല. ഇപ്പം ആരും ഇല്ലല്ലോ. ആകെ 400 കുട്ടികളെ ഒറ്റ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതിയിട്ട് ആകെ അത്രയല്ലേ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തോൽവി ആ വിഷയമല്ല ഞാൻ പറയുന്നത്. പക്ഷെ മറിച്ച് ജയിച്ചാൽ മാത്രം പോരല്ലോ. അതിനെ എന്തെങ്കിലും ഒരു അഡ്മിഷനൊക്കെ നല്ല നിലയിൽ കിട്ടുന്ന രൂപത്തിലൊക്കെ +2 വരെ ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിന് പുരോഗതി ഉണ്ടാവും. അപ്പോൾ അതിന് ഇവിടെ തടസ്സമുണ്ട് ജാതകപ്രകാരം. അത് അവൻ്റെ മുജ്ജന്മ ദോഷപ്രകാരം വന്നിരിക്കുന്നതാണ്, ഈ ജന്മത്തിലുള്ള അല്ല. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, ശരി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അപ്പം ദേവി പ്രപന്നാർത്തിഹരേ പ്രസീത മാതൃജഗദോഖിലസ്യ പ്രസീത വിശ്വേശ്വരി വാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ഇതാണ് 11ാം അധ്യായത്തിൽ 2ാമത്തെ മന്ത്രം. 3ാമത്തെ മന്ത്രമാണത്. ഞാൻ പറഞ്ഞല്ലോ ഋഷിരുവാച എന്നുള്ള ആദ്യത്തെ മന്ത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തേത് ദേവ്യാഹതയത്ര മഹാസുരേന്ദ്ര എന്നുള്ള മന്ത്രം. പിന്നെ 3ാമതാണ് ഞാനീ പറഞ്ഞ ദേവി പ്രപന്നാർത്തിഹരേ പ്രസീത മാതൃജഗദോഖിലസ്യ പ്രസീത വിശ്വേശ്വരി വാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. അതായത് എല്ലാ ദേവിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവവും നിയന്ത്രിക്കുന്നത് എന്ന് ഈ മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നു. അതേപോലെ ആർത്തന്മാരുടെ അല്ലെങ്കിൽ നമ്മൾ ശരണാഗതിയില്ലാത്ത ആർത്തന്മാർ, അങ്ങനെ ശരണാഗതിയില്ലാതെ ആളുകൾ ദേവിയെ ശരണാർത്ഥിയായിട്ട് കണ്ടുകൊണ്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നു. അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ദേവി ഇല്ലാതാക്കുന്നു.
ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് അവിടുന്ന് പ്രസാദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ ഇല്ലാതായി പോകും എന്നാണ് ഭക്തന്മാർ ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രസാദിക്കണം, അവിടെയാണ് ഇതിൻ്റെ കാര്യം കിടക്കുന്നത്. ആ പ്രസാദം നമുക്ക് ഏറ്റുവാങ്ങാൻ നമുക്ക് വിധിയുണ്ടാവണം. ഒന്ന് നമ്മളതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും വേണം. ഒരു കാര്യം നേടിയെടുക്കാൻ അങ്ങനെ വെറുതെ കഴിയില്ലല്ലോ. ഏതൊരാളായാലും പ്രയത്നിച്ചാലല്ലേ ബലം ഉണ്ടാവുള്ളൂ. അല്ലാതെ പിന്നെ മിനുക്കി എടുക്കുകയല്ലേ നമ്മളുടെ കഴിവുകളെ. അതേത് മേഖലയിലും, അതേ പാട്ടുകാരനായാലും ചിത്രകാരനായാലും അഭിനേതാവായാലും അയാളുടെ കഴിവുകളെ പതുക്കെ അയാൾ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ വളർത്താൻ ഇപ്പോൾ ഒരു ചിത്രകാരന് ഒരു ചിത്രം വരക്കാനുള്ള കഴിവ് അവനുണ്ടെന്ന് അവന് ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അയാളതിൽ ഒന്നും മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നീട് ആ കഴിവുകൾ അസ്തമിച്ചു പോകും. അതങ്ങനെയാണ്. ഇപ്പം പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ രാഗങ്ങളൊക്കെ പഠിച്ച് ഒരാളുടെ ശിക്ഷണത്തിൽ നമ്മൾ സാധന ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അയാൾ വലിയ പാട്ടുകാരനായി മാറുന്നു. അത്തരം പാട്ടുകാർ എപ്പോഴും നിലനിൽക്കുന്നു. 84-ാം വയസ്സിൽ യേശുദാസ് നിലനിൽക്കുന്ന കാണുന്നില്ലേ? അത് വെറുതെ അല്ലല്ലോ, അയാൾ കഷ്ടപ്പെട്ടിട്ടല്ലേ. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുറ്റ്യാട്ടൂര്. പറയൂ. പേരൊന്നും വേണ്ട, ഡേറ്റും ടൈമും പറയൂ. 25/5 1990. ഓക്കെ. 6:21 AM. ആറ് 21 AM, രോഹിണി നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം? അവന്റെ കല്യാണം നോക്കുന്നുണ്ടെന്ന് ശരിയാവുന്നില്ല. അതല്ലാതെ ഇപ്പൊ ഒരു പരാതി വേറെ ഇല്ലല്ലോ. ജോലി ഇപ്പൊ ശരിയായിഞ്ഞതാ. ജോലി ഉള്ളതാണെങ്കിൽ ഇപ്പം മാഹിന്ന് വിളിച്ച ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കുക. അവർക്ക് ചക്കനെ കിട്ടുന്നില്ല, പ്രായം കറക്റ്റാ. ഇനി പക്ഷേ ഇത് കുറ്റ്യാട്ടൂരായതുകൊണ്ട് ജാതി മാറ്റായി പോവും. അങ്ങനെയുണ്ട്. മറ്റേത് വടകരയെന്നല്ലേ വിളിച്ചത്. നിങ്ങളെ കുറ്റ്യാട്ടൂര് മാങ്ങയും വേറെ എന്തോ ഒരു സാധനവും കൂടുതലല്ലേ ഒരു ജാതിക്കാരും. നമ്പ്യാർ മാങ്ങയും നമ്പ്യാന്മാരും ജാസ്തിയല്ലേ അവിടെ. അപ്പോൾ അതുകൊണ്ട് അല്ല, ജോലി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു 27 വയസ്സുകാരിയുടെ അമ്മ വിളിച്ച കണ്ടില്ലേ, അത് ജോലിയില്ലാതെ ജോലി ഉള്ള വേണം. അപ്പോൾ ജോലി കിട്ടിയെങ്കിൽ ഞാൻ നടുക്കുന്ന ബ്രോക്കറെ പണിയെടുക്കാന്ന് വിചാരിച്ചിട്ടാ. ഓ ശരി ശരി. ഏതായാലും ഇവിടെ നിങ്ങളുടെ മകന് ഇപ്പോൾ സമയം നല്ല സൂപ്പറാണ്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, കാര്യങ്ങളെല്ലാം ഇനി വിചാരിച്ച പോലെ അങ്ങോട്ട് നടക്കുക തന്നെ ചെയ്യും. വ്യാഴദശയിൽ ബുധൻ്റെ അപഹാരമാണ്. അപ്പോൾ ഈ ഒരു 5-6 മാസം ഒരു കണ്ടകശനിയുടെ ദോഷമുണ്ട്. അത് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാവും. ഇപ്പം കിട്ടിയിരിക്കുന്നത് നല്ല ജോലിയാണോ? ഒരു അമേരിക്കൻ കമ്പനീന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓ, അമേരിക്കൻ കമ്പനിയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. വീട്ടിലാണുള്ളത്, പുറത്തു പോവാം. അതൊക്കെ പിന്നെ അമേരിക്കൻ കമ്പനിയിലൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ. ഇനി US-ലേക്ക് അടുത്ത് തന്നെ പോവില്ലേ? ഒന്നും അറിയില്ല, ഇപ്പം വീട്ടിൽ നിന്ന് ചെയ്യാനാ പറഞ്ഞത്. ശരി. ഇപ്പം വീട്ടിൽ നിന്ന് ചെയ്യാം, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇനിയിപ്പം വലിയ വളർച്ചയുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി 5-10 കൊല്ലത്തിൽ കൊണ്ട് വലിയ നിലയിലെത്താൻ സാധിക്കും. അത് മാത്രമല്ല ശനിയും ഇവിടെ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ശനി തുടങ്ങിയാലും യാതൊരു കുഴപ്പമില്ല, വലിയ ഉയർച്ചയിലേക്ക് തന്നെ പോവും. അതിനൊന്നും പ്രയാസമില്ല. ഇതിന് മുമ്പിട്ട് കുറച്ച് കാലം ലേശം ഒന്ന് കഷ്ടപ്പെട്ട് പോയിരുന്നു തോന്നുന്നില്ലേ? അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി നല്ല കാലം തന്നെയാണ്. അതുകൊണ്ട്
പിന്നെ ഇതിപ്പോൾ ഈ ജോലി ഇപ്പം കിട്ടിയിട്ട് ഈ 1.5 മാസത്തിനുള്ളിലോട്ടാണോ കിട്ടിയത്? 3 മാസമേ ആയില്ലോ. 3 മാസം. ശരി ശരി. ഏതാണ്ട് റെഡി തന്നെയാണ് പറയുന്നതിൽ, വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇനി ഉയർച്ച തന്നെയാണ്, പേടിക്കാനില്ല. കല്യാണത്തിൻ്റെ ഇപ്പോൾ പെട്ടെന്ന് നോക്കുന്നുണ്ടോ? നല്ല പിന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ അവിടെ വന്നാൽ നല്ലോണം മാങ്ങയും തിന്നാലോ അല്ലേ? മാങ്ങ ഭയങ്കര ഫേമസ് അല്ലേ? അപ്പോൾ ഏതായാലും അങ്ങനെ മാങ്ങ തിന്നാൽ യോഗമുള്ളൊരു പെണ്ണ് അവിടെ എത്തട്ടെ. ഏതായാലും നന്നായിട്ട് ശ്രമിക്കാൻ പറയൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ശുദ്ധജാതകമാണ്, അത്തരക്കാർക്ക് കല്യാണം വല്ലാണ്ട് വൈകുമെന്നൊരു ഫലമുണ്ട്. അതിന് ഇപ്പം തന്നെ ആയി 33 വയസ്സ്. അപ്പോൾ ഇനിയും വൈകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരിട്ട് അത് വന്ന് കാണുകയും ചെയ്യാം. വന്ന് കണ്ട് അതിനുള്ള വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാം. ചില ദൈവിക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി സ്പീഡാവും. അപ്പോൾ അത് അയാൾക്ക് അതിനുള്ള വിശ്വാസം ഉണ്ടോയെന്ന് അറിയില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ 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 ഓക്കെ. ഏതായാലും ദേവിയുടെ ഇതിൻ്റെ ശരണാഗതന്മാരുടെ സങ്കടത്തെ നശിപ്പിക്കുന്നത് ദേവി അവിടുന്ന് പ്രസാദിച്ചാലും എന്ന് ഈ മന്ത്രത്തിൻ്റെ ആദ്യത്തെ വരിയുടെ അർത്ഥം. ലോകത്തിൻ്റെ മുഴുവൻ മാതാവേ പ്രസാദിച്ചാലും ആണ്. ഇത് ദേവി വിശ്വത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചമാതാവാണ്. അത് ഞാനെപ്പോഴും പറയുന്നതാണല്ലോ. ഒരാളുടെ മാത്രമല്ല. അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെയല്ലാതെ പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരിയും ചരാചരമായ എല്ലാത്തിൻ്റെയും നിയന്താവുമായ ഹേ ദേവി വിശ്വത്തെ മുഴുവൻ കാത്തുരക്ഷിച്ചാലും. അതെവിടെയാണ്? ഈ വിശ്വത്തെ മുഴുവൻ കാത്തുരക്ഷിക്കുന്നത് ദേവിയായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് അതൊക്കെ ശരിക്കും വിദേശികളടക്കം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള പ്രയാണം ആരംഭിച്ചത്. അതൊരു വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് വർദ്ധിക്കും, വളരെയേറെ വർദ്ധിക്കും. ഇവിടെ മൂകാംബിയിലൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊന്നും പിന്നെ വിദേശികളെയൊന്നും പ്രവേശിപ്പിക്കില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ ക്ഷേത്രങ്ങളിൽ, അത് കേരളത്തിലാണ് കൂടുതലുള്ളത്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള പരിപാടിയൊക്കെ കേരളത്തിലേ ഉള്ളൂ. അതൊക്കെ മാറ്റേണ്ട കാലം എന്നോ കഴിഞ്ഞു. ആരോട് പറയാനാണ്? ശബരിമലയിൽ അത് ബാധകമല്ല. ഒന്നുമില്ലെങ്കിൽ ആചാരങ്ങളെ പിന്നെ പാലിക്കാൻ തയ്യാറാണെന്ന് എഴുതി തരുന്നവരെങ്കിലും കയറ്റണ്ടേ? യേശുദാസിനെ ഒന്നും ഗുരുവായൂർ കയറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അതൊക്കെ എത്രമാത്രം സങ്കടകരമായ കാര്യമാണ്. ആ മനുഷ്യനൊക്കെ ആ സങ്കടവും കൊണ്ടല്ലേ മരിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പാടിയ പാട്ടല്ലേ ഗുരുവായൂരെ രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടെല്ലാം പാടി മറ്റുള്ളവരിൽ ഭക്തി അങ്കുരിപ്പിച്ച അല്ലെങ്കിൽ മുളപ്പിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ആ ഗായകനെ ഒന്നും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ആചാരങ്ങളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയല്ലേ ഇത്? പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ എന്ത് പറയാനാണ്? അതൊക്കെ വലിയ വലിയ ആൾക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഏതായാലും ഇപ്പോൾ എന്തൊക്കെയോ ഒരു പരിവർത്തനമൊക്കെ വരാൻ പോകുന്നുണ്ടെന്നുള്ള ലക്ഷണമുണ്ട്. ചിലവർക്കൊക്കെ വെളിച്ചം വരാൻ തുടങ്ങി തലയിൽ, ഇങ്ങനെയൊന്നും പാടില്ല എന്നുള്ള. കാരണം ഇതൊന്നും ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താ വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇപ്പുറത്തെ മൂകാംബികയിലൊന്നും എന്താണത്, അവിടെയൊന്നുമുള്ള ദൈവങ്ങൾക്ക് ഇത് ബാധകമല്ലാത്ത എന്താണ്? അതാണല്ലോ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരുപാട്. അതുകൊണ്ട് തന്നെ ഈ വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലിയാന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, സഹികെട്ട് പറഞ്ഞതാ. വെറും ഭ്രാന്തന്മാരുടെ നാടായത്. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് പയ്യന്നൂർ കാനായി. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. ഡേറ്റ് 1972 ഏപ്രിൽ 24 രാത്രി. രാത്രി എത്ര മണിക്ക്? ഒരു 8 മണിക്ക്.
ഒരു 8 മണി സുമാറാണോ? ആ അങ്ങനെ പറയില്ലേ? 8 മണി. കൃത്യം ടൈം പറയൂ. 8 മണി 8 തന്നെയാണ്. ആ ഉറപ്പിക്കാം. ആ ഒരു 8 മണിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സുമാറ് പറച്ചലല്ലേ? എന്താണ്, ആരുടേതാണിത്? ഇത് എന്റെ തന്നെ, ഞാൻ വിളിക്കുന്നവർ തന്നെ. എന്താണിപ്പോ വിഷയം? വിഷയം എന്ന് വെച്ചാല് എപ്പോ ശരീരത്തിന് ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇപ്പൊ ഓരോരോ അസ്വസ്ഥ, ക്ഷീണം. ശരി. അല്ല, അത് ലഗ്നത്തിനെ 2 പാവഗ്രഹങ്ങളാണ് ദൃഷ്ടി ചെയ്യുന്നത്, അതാണ് വിഷയം. അപ്പോൾ പ്രത്യേകിച്ച് ശനിയുടെ ദൃഷ്ടി വളരെയേറെ നിങ്ങൾക്ക് ആരോഗ്യപരമായ, അതായത് ഒരു ചില ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ? അനുഭവപ്പെടുന്നുണ്ട്. അത് പിന്നെ അരക്ക് താഴോട്ട് തുടയുടെ അതന്നെ, അവിടുന്ന് പിന്നെ മുട്ടിനും കാലിനും. അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഒരു ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണും. ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് പിന്നെ ചില നീരിൻ്റെ ചില കാല് നിലത്ത് വെക്കുമ്പോൾ വേദനയില്ലേ? അങ്ങനെ വേദനയില്ല. തണുപ്പടിക്കുമ്പോൾ വേദനയുണ്ടോ? ഇല്ല, അതില്ല. ക്ഷീണം എപ്പോഴും ഇങ്ങനെ ഒരു വേദന ശരീരത്തിൽ. അതെ, അത് തന്നെ. അതിന് അത് 1-2 കാര്യങ്ങളുടെ മറ്റ് വേറെ രോഗങ്ങളുടെ സിംറ്റംസും ഇങ്ങനെ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വീട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലേ? വീട്ടിന്റെ ഉള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ രാത്രി കിടക്കുമ്പോൾ നിങ്ങളൊന്ന് സോക്സ് ധരിച്ചു നോക്കൂ. ഇത് രണ്ടും ചെയ്ത് നോക്കൂ. എന്നിട്ട് വല്ല വ്യത്യാസവും സോക്സ് ധരിക്കുക രാത്രി കിടക്കുമ്പോൾ. ഈ വീട്ടിൻ്റെ അകത്ത് ചെരുപ്പ് ഉപയോഗിക്കുക. സാധാരണ ഹവായി ചെരുപ്പ് ഉപയോഗിച്ചാൽ മതി. അത് രണ്ടും ചെയ്തിട്ട് ഒരു മാസം കൊണ്ടൊരു മാറ്റമില്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന്. ന്യൂറോളജിസ്റ്റിനെ കണ്ടു, നമ്മൾ കുറെ നടുവിന്റെ ആസ്പത്രിയിലും കാർഡിയോളജിസ്റ്റ് എല്ലാം കണ്ടേ. അല്ല, അത് ശരിയായ നല്ല ഇതിൻ്റെ അകത്തൊക്കെ നല്ല ആളും വലിയ ഇതൊന്നും ഇല്ലാതെ കാഴ്ചപ്പാടില്ലാതെ ആളും ഉണ്ടെന്നേ. പിന്നെ കൈപുണ്യവും വേറെയല്ലേ. അത്തരക്കാരെ തെരഞ്ഞു പിടിക്കണം. അപ്പോൾ അത് മിനിസിലും കാണിച്ചിട്ടുണ്ട്. ഈ പിന്നെ ലിവറിന് നീര് വെക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ. എവിടെ? ലിവറിന്റെ ചെറിയ നീര് വെക്കുന്നത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് അത് നമുക്ക് കണ്ണൂർ മിനിസില് അത് കാണിച്ചോ? കാണിച്ചു. ക്ഷാമോ അത് കുറെ പ്രാവശ്യം കണ്ടു. എപ്പോഴും ഒരു ക്ഷീണം, പണിയെടുക്കാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു അസ്വസ്ഥ. ഇപ്പൊ അല്ല, അവിടെ തന്നെയുള്ള ഞാൻ ഈ പറഞ്ഞ ന്യൂറോളജിസ്റ്റ് ഒരു സ്മിജ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അവരെ കണ്ടോ? ഇല്ല. അവരെ ഒന്ന് കണ്ടു നോക്കൂ. അവരൊന്ന്, എനിക്കൊരു അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ. എന്നിട്ട് പിന്നെ ലിവറിൻ്റെ വേറെ കേസാണ്, അത് ഇതുമായിട്ട് ബന്ധമില്ല, ന്യൂറോളജിസ്റ്റുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷേ ഈ പറയുന്ന ഇതുമായിട്ടൊന്ന് അവരെ ബന്ധപ്പെട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വ്യത്യാസം ഉണ്ടോയെന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസം വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഈ പറഞ്ഞ കാര്യം പിന്നെ എന്തായാലും ചെയ്യണം. ഇനിയിപ്പം പ്രത്യേകിച്ച് പിന്നെ മഴയാണ് വരാൻ പോകുന്നത്. മഴ 9 ദിവസം കഴിഞ്ഞാൽ കാലവർഷം തുടങ്ങും. അപ്പോൾ അത് അത് കുറച്ചുകൂടി വിഷമം കൂടുകയാണ് ചെയ്യുക. ഒരു ഭാഗം തന്നെ എപ്പോഴും ഉണ്ടാവുക. അത് ഈ സൂക്കേടിൻ്റെ പ്രത്യേകതയാണ്. 2 വശവും ഉണ്ടാവില്ല. ഒരു മറ്റുള്ളവരോട് പറഞ്ഞ് ബോധിപ്പിക്കാനും ആവില്ല. ഒരു വല്ലാതെ ശല്യം പിടിച്ച രോഗമാണ്. ഇത് എന്താണ് കാണുമ്പോഴൊന്നും ആള് നല്ല ഫിറ്റായിട്ട് നല്ല ഗ്ലാമർ താരമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാന്ന് പറഞ്ഞത് പോലെയാ. അതാണ് സംഭവം. അതിപ്പോ പിന്നെ നിങ്ങളെ ജാതക പ്രകാരം ഇങ്ങനെ ശനിദൃഷ്ടി ഉണ്ട്. അത് മോശം തന്നെയാണ്. അത് ജാതകത്തിലുള്ള ഒരു കുഴപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ട ദൈവിക കാര്യങ്ങളും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഈ ഗുരുവായൂരൊക്കെ ഒരു തുലാഭാരമൊക്കെ തൂക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇവിടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒന്നിനും വിഷമമില്ല എന്നാ കാണുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഒരു വലിയ ബുദ്ധിമുട്ടെന്നല്ല, നല്ല പണക്കാരിയാണ് നിങ്ങൾ. വെറുതെ എന്തെങ്കിലും പറയാതെ ദൈവത്തെ മറന്നിട്ട് പറയല്ലേ. ഇവിടെ നിങ്ങളെ അക്കൗണ്ടിൽ തന്നെ ഒരുപാട് പൈസയുണ്ട്. നിങ്ങളിങ്ങനെ പണക്കാരിയാണ് നിങ്ങൾ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ വിധിയിൽ പെട്ടതാണ്. അതൊന്നും ആർക്കും മാറ്റാനാവില്ല.
അതങ്ങനെ തന്നെ തുടരട്ടെ. ഏതായാലും നിങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അതിന് ദൈവികമായ കർമ്മങ്ങളും കൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിച്ച് ബന്ധപ്പെടാം. ഓക്കെ, ആയിക്കോട്ടെ ശരി ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ദേവി പ്രപന്നാർത്തിഹരേ പ്രസീത മാതൃജഗദോഖിലസ്യ പ്രസീത വിശ്വേശ്വരി വാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ദേവി തന്നെയാണെന്നാണ്, അതേൽപ്പിച്ചതാണെന്നാണ് പറയുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ. അപ്പോൾ ദേവിയുടെ പിന്നെ കട്ടിൽ താങ്ങുന്നവരായി ഇവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ദേവി ഏത് ലെവലിലാണെന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ദേവി കോപിച്ചാൽ സകലം മുടിഞ്ഞിടും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ എത്രയോ പേർക്ക് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ എല്ലാവർക്കും ഇതൊക്കെ അനുഭവമല്ലേ. കുറേ ആളുകൾ, പിന്നെ ചെറുപ്പക്കാർക്ക് അതൊന്നും മനസ്സിലാവില്ല. പിന്നെ നമുക്ക് മാറ്റം വരുമ്പോൾ 40ഒക്കെ കഴിഞ്ഞ് ദൈവികമായിട്ടൊക്കെ അടുപ്പത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക ആ ഒരു കുറച്ച് പ്രായം അങ്ങോട്ട് മാറുമ്പോഴാണല്ലോ. ചെറുപ്പത്തിൽ പിന്നെ എല്ലാം എന്താ പറയുക, ഒരു എല്ലാത്തിനോടും ഒരു നെഗറ്റീവ് ചിന്തകൾ വരുന്ന കാലവും എല്ലാം റിബൽ മാനസികാവസ്ഥയൊക്കെ മനുഷ്യരുടെ പൊതുവെയുള്ള ഒരു സ്വഭാവ രീതിയല്ലേ. അത് പിന്നെ ശ്വേതകേതുവിനോട് യാജ്ഞവൽക്യൻ പറയുന്നത് പോലെ നേതി അതല്ല അത്. അപ്പോൾ സത്യത്തിലേക്കുള്ള ഈ സഞ്ചാരത്തിൽ മകൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അപ്പൻ പറയുന്നുണ്ട്, അത് നീ ആ പറയുന്നതൊന്നുമല്ല സത്യം, അതൊന്നുമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഗ്രഹിച്ച് വരുമ്പോഴേക്കും ഒരുവിധം ഗ്രഹിച്ച് വരുമ്പോഴേക്കും പോകാനായിട്ടുണ്ടാകുമെന്നാണ്. ഇത് ഗ്രഹിക്കാനാവില്ല, ഇത് പഠിച്ചു തീരാനൊന്നും ആവില്ല. അതിനെത്രയോ ജന്മങ്ങൾ പിന്നെയും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പിന്നെയും മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടന്ന് പിന്നെയും ചിലപ്പോൾ പൂച്ചയുടെ ഗർഭപാത്രത്തിലാവാം, പട്ടിയുടെ ആവാം, ഏത് ഗർഭപാത്രമാണ് ആവണം നിർബന്ധമൊന്നുമില്ല. അതാണ് ചിലപ്പോൾ വളരെ എന്താ പറഞ്ഞ നീ ഇനിയും 3 ജന്മവും കൂടി ജനിക്കണമെന്ന് പണ്ടൊരാൾ പറഞ്ഞത്. പാമ്പായിട്ടും വണ്ടിക്കാളയായിട്ടും പിന്നെ തുളസി ചെടിയായിട്ട് ഭഗവാനിലേക്ക് ലയിച്ചോളൂ എന്ന് പറഞ്ഞു. ഇയാൾ വിചാരിച്ച് ഇയാൾ ഭയങ്കര ഭക്തനാണ്, അതുകൊണ്ട് ഭയങ്കര ജന്മം എനിക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണ് വില്യമംഗല സ്വാമീൻ്റെ അടുത്ത് പോയി ചോദിച്ചത്, എൻ്റെ സ്ഥിതി എന്താണ്, ഞാനിങ്ങനെ ഇനി എൻ്റെ ജന്മം എന്താണെന്ന്. അപ്പോൾ വില്യമംഗല സ്വാമിക്ക് പിന്നെ ബുദ്ധനെ കൊണ്ട് പറഞ്ഞ പോലെയാണ്, ബുദ്ധന് 500 ജന്മങ്ങൾ കഴിഞ്ഞുപോയ ജന്മങ്ങൾ ഓർമ്മിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പോലും. എത്ര 500 ജന്മങ്ങൾ. അതേപോലെയാണ് വില്യമംഗല സ്വാമി ഒന്ന് കണ്ണയും വീട്ട് പറഞ്ഞു പോലും അടുത്ത വണ്ടിക്കാളയാ, പിന്നെ പാമ്പാണ്. ഇത് ആവുമ്പം ഒരേ വലിയല്ലേ, പിന്നെ പാമ്പാവുമ്പോൾ ഇഴയലല്ലേ. വളരെ മോശം ജന്മങ്ങളാണ് രണ്ടും. പാമ്പാവുമ്പോൾ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞു പോകണ്ടേ, കയ്യും കാലൊന്നും ഇല്ലല്ലോ. ഇനി കയ്യും കാലൊക്കെ ഉള്ള കാളയാണെങ്കിൽ അതിന് ഭാരം വലിക്കലല്ലേ. കുന്ന് കയറുമ്പോഴൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ പുറകുന്ന് ഉന്തിയിട്ടുണ്ട് സത്യമായിട്ടും. കാളക്ക് ഒന്നും ചെയ്യാൻ കഴിയാണ്ട് മുരിയങ്കീരിക്കാരുടെ കാളവണ്ടിയാണ് നമ്മളെ നാട്ടിലുള്ള എടൂര് എന്നുള്ള സ്ഥലത്ത് ഒരു മുരിയങ്കീരി കുടുംബമുണ്ട്. അവരൊക്കെ ഒരുപാട് കാളകളും കാളവണ്ടിയും ഉണ്ട്. അന്നൊന്നും ടയറുള്ള വണ്ടി ഓടില്ല നമ്മളെ നാട്ടിലൂടെ. അപ്പോൾ ഞാനൊക്കെ സ്കൂളിലൊക്കെ നടന്നു പോകുമ്പോൾ ഈ കുന്ന് കയറുമ്പോൾ വലിക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്നിട്ട് വെറുതെ ഇങ്ങനെ നമ്മൾ കുട്ടികൾ വെറുതെ ഈ വണ്ടിയുടെ പുറകിൽ നിന്ന് തള്ളും ഈ വണ്ടിയെ. അങ്ങനെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ആ വണ്ടിക്കാളയുടെ കഷ്ടപ്പാട് നേരിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. കേട് കളിക്കുന്ന ഇയാൾ വലിയ ഭക്തനായി നടിച്ചെങ്കിലും ഇയാൾ ആള് മഹാമോശ. അതാ വില്ലോങ്കലം പറഞ്ഞു എനിക്ക് 2 ജന്മം ഇനിയും ഇങ്ങനെ ഉണ്ടെന്ന്. ഭക്തനായി നടിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ല പ്രവൃത്തി ചെയ്യണം. ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ. ആ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. പറയൂ, ഡേറ്റ് പറയൂ. എന്റെ പേര് സുരേഖ എന്നാണ്. പേരൊന്നും വേണ്ട, നിങ്ങൾ ഡേറ്റ് ഉണ്ടായും പറയൂ. അല്ല, അത് എന്റെ ജാതകം അല്ല, ഒരു കാര്യങ്ങൾ സംഗതി നടക്കേണ്ടതുണ്ടായിരുന്നു. അതിന് കിട്ടാനുള്ള ഒരു പൈസ. നിങ്ങൾ ഡേറ്റ് സമയവും പറഞ്ഞാലേ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റൂ. ആയില്യം നക്ഷത്രം. അതൊന്നും പോരെ. 1960. അത് പറ 1960. ഓക്കെ, ഡിസംബർ 8. ശരി. സമയം 3:23 വൈകുന്നേരം. എത്ര? 3:23. ഓക്കെ ഓക്കെ. എന്താണ് പറയേണ്ട കാര്യങ്ങൾ? ഒരു കിട്ടാനുള്ളൊരു എമൗണ്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ശരിയായി വരുന്നില്ല. താമസം എടുക്കും. അത് ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ടതാണോ? അല്ല, ഒരു സ്ഥാപനത്തിൽ നിന്ന്, ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് കിട്ടാനുള്ളതും, പിന്നെ ഒരാൾക്ക് കടം വാങ്ങിട്ട് കൊടുത്തതുണ്ടായിരുന്നു, അതും വന്ന് കിട്ടുന്നില്ല. എല്ലാം ആയി വരും എന്ന് പറയുന്നല്ലാണ്ട്. മനസ്സിലായി. അപ്പോൾ ഇനിയും 26 2-ാം മാസം വരെ സമയം വളരെ മോശമാണ്. 26 2-ാം മാസം വരെ. അതിന് ശേഷം പക്ഷെ അത് ഇപ്പം ഏതാണ്ട് 18-19 മാസം ഉണ്ടല്ലോ. അത് വലിയൊരു കാലയളവായതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്കിവിടെ ആയുസ്സിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, അതുപോലെ വലിയ ആരോഗ്യ പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത് മനസ്സിനൊരു സുഖമില്ല, അത് വേറെ കാര്യം. അത് സന്താന വിഷയത്തിലും അത് കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു പീരീഡ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ രാഹുവിൻ്റെ ദോഷം അത്രമാത്രം കഠിനമാണ്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളും നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ വലിയ ദൈവാനുഗ്രഹമുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പെട്ടെന്ന് ബലമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ വന്ന് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന 19 മാസം വരെ ഇതിങ്ങനെ ഓരോ കാരണം പറഞ്ഞ് നീണ്ടു പോകും. അത് നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തും. കാരണം നിങ്ങൾക്ക് പണം ഇങ്ങനെ പെൻഡിങ്ങായി നിങ്ങൾക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് തന്നെയാണത്. കിട്ടാൻ അർഹതപ്പെട്ടതാണ്. ഇതിപ്പോ ഏകദേശം 1 കൊല്ലത്തോളായി ഓരോരിക്കലും ഓരോ മാസം കിട്ടും. അതെ, ഇപ്പം കിട്ടും. ഇതിങ്ങനെ പുല്ലെണ്ണക്ക് കുമ്പിള് കാണിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിൽ പറയാം, ഇതിങ്ങനെ ഉറ്റി വീഴുന്നില്ല. അതാണ്. അപ്പൊ ഇതിവിടെ നിങ്ങളെ സമയം പിഴച്ചു പോയിരിക്കുന്നത് ഈ ഒരു പീരീഡ് തന്നെയാണ്. അതായത് 2023 5-ാം മാസമാണ് നിങ്ങളെ സമയം പിഴച്ചത്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നിങ്ങളും ഞാനും പറയുന്നത് കറക്റ്റ് ആവുന്നുണ്ടല്ലോ. 1 വർഷമായിട്ട് നിങ്ങൾ ഇത് കിട്ടാതെ നിങ്ങൾ ചുറ്റിക്കളിക്കുകയാണല്ലോ. അപ്പോൾ പാമ്പ് ചുറ്റിക്കൂന്ന് പറഞ്ഞ റെഡിയല്ലേ? പാമ്പ് നിങ്ങളെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ വ്യാഴം വന്നാലല്ലോ ശരിയാവും, വ്യാഴത്തിൻ്റെ അപഹാരം. പക്ഷേ അത് ഈ പറഞ്ഞ 19 മാസം കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വല്ലതും വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്ന് നേരിട്ട് കാണാം. എന്നിട്ട് നമുക്കൊന്ന് അതിനെ പരിഹാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതുമുണ്ട്, പിന്നെ വേറെ ഞാൻ ചെയ്തു തരുന്ന കർമ്മങ്ങളും ഉണ്ട്. ഞാനും അങ്ങനെ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ, കുറേ കൊല്ലം ആയില്ലേ. ശരി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാലോ, എന്നെ എൻ്റെ ദേവിയൊക്കെ അറിയാലോ. അപ്പോൾ പിന്നെ നിങ്ങൾ നോക്ക്, അങ്ങനെ ഒന്നുകൂടി നമുക്കത് കാണുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ദേവി രക്ഷിക്കട്ടെ. ശരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ ദേവിയാണ് ഇതിൻ്റെ സകലത്തിൻ്റെയും ആധാരം എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിക്കാൻ
സമയം കണ്ടെത്തുക, പതുക്കെ പതുക്കെ തുടങ്ങിയാൽ മതി. അങ്ങനെ പെട്ടെന്നല്ല ഇതിലേക്ക് എത്തിച്ചേരുക. അങ്ങനെയുള്ള പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ചില അനുഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങും. പിന്നെ നമ്മൾ ആകെ ആൾ മാറി മാറി വരും. അപ്പോൾ നമ്മൾക്ക് ഉത്സാഹം കൂടും. അത് 100% അങ്ങനെ തന്നെയാണ് ഏതൊരു കാര്യത്തിലും. ഇപ്പം നമുക്ക് ഒരു കർമ്മം ചെയ്യാൻ നമ്മൾ ആരംഭിക്കുന്നു, നമ്മൾ യാതൊരു റിസൾട്ടും നമുക്ക് കിട്ടുന്നില്ല. സാധാരണ മനുഷ്യൻ പിന്നെ മടുത്തിട്ട് പുറകോട്ട് മാറും. അത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരത്തിൽ യോഗമുള്ളവർക്ക് വേഗത്തിൽ, ചിലർക്ക് വേഗത്തിൽ അത് സാധിക്കുമ്പോൾ മറ്റു ചിലർക്ക് കുറച്ച് വൈകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് എടുത്തു ചാട്ടം വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ടും കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതുള്ളൂ. കാരണം ചില ആളുകൾക്ക് അങ്ങനെ കുറച്ച് വൈകുന്നതായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ കൃത്യമായ അനുഭവത്തിൻ്റെ പുറത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അത് കേട്ടിട്ട് അത് പ്രകാരം നിങ്ങൾ മുമ്പോട്ട് പോവുക. ദേവിയെക്കുറിച്ചുള്ള നമ്മുടെ വർത്തമാനങ്ങൾ ഇനിയും നമുക്കിവിടെ തുടരേണ്ടതുണ്ട്. അത് നിങ്ങൾക്കും എനിക്കും ഗുണകരമാവും. കാരണം ഇങ്ങനെ പറയുന്നത് എനിക്കും നല്ലതാണല്ലോ, കേൾക്കുന്നത് നിങ്ങൾക്കും നല്ലത് തന്നെ. ഭക്തന്മാരോടാണെങ്കിൽ പറയുന്നത്, മറ്റുള്ളവർ കോപിക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ ഭക്തന്മാർ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ, ജാതക പരിശോധന മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. ജാതക പരിശോധന നടത്തേണ്ടവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ വന്ന് കാണാവുന്നതാണ്. അല്ലാത്തവർക്ക് ഓൺലൈനിലായിട്ട് ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും സമയവും അയച്ച് ഫലം അങ്ങനെയും അറിയാം. ഏതിനും അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. എല്ലാവർക്കും ബന്ധപ്പെടേണ്ട നമ്പർ ഇവിടെ കാണിക്കുന്ന 9388504419 ഇതെന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറാണ്. എന്നാലും ആയിരക്കണക്കിന് വിളി ഇതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഈ പരിപാടിയിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ എത്ര പേരാണോ വിളിക്കുന്നത്, അത് വിളിക്കേണ്ട നമ്പർ വേറെ ആണെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് പിന്നെ കാര്യമില്ല, പരിപാടിയിൽ പങ്കെടുക്കാനാവില്ല. ഇതെന്നെ നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.